Subscribe now. നമസ്കാരം എല്ലാവർക്കും PSC വാറിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ബഹിരാകാശ വിശേഷങ്ങളാണ്. ഇതിൽ PSC ആവർത്തിച്ചു വരുന്ന ഒരു 50 ചോദ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം. 1. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം 1972 ജൂൺ. ISRO നിലവിൽ വന്ന വർഷം 1969 ജൂൺ 15. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് അന്തരീക്ഷ ഭവൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചെ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം 1984. രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം സോയൂസ് T-11. ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് T-11 നിർമ്മിച്ചത്? റഷ്യ. ബഹിരാകാശത്തെത്തിയ എത്രാമത് സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ? 138. സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഓഷ്യൻസാറ്റ് 1. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്. പുലിക്കെട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത് ശ്രീഹരിക്കോട്ട. ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശ്രീഹരിക്കോട്ട. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ വാണിജ്യ സ്ഥാപനം ആൻട്രിക്സ് കോർപ്പറേഷൻ. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേക്ഷണ സംഘം ചന്ദ്രയാൻ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? M. അണ്ണാദുരൈ. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച 5ാമത്തെ രാജ്യം ഇന്ത്യ. ഭൂപടങ്ങളും വിഭവ ഭൂപടങ്ങളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ കൃത്രിമ ഉപഗ്രഹങ്ങൾ കാർട്ടോസ്റ്റാറ്റ് 1, റിസോഴ്സ്സാറ്റ് 1. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചതാരെ? കൽപ്പന ചൗള. കൽപ്പന ചൗള അന്തരിച്ച വർഷം 2003. ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത സുനിത വില്യംസ്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ലോകത്തിലെ ആദ്യ വിദ്യാഭ്യാസ ഉപഗ്രഹം എഡ്യൂസ്റ്റാറ്റ്. ISROയുടെ ആസ്ഥാനം ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ ശൂന്യാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചതെന്ന്? 2004 സെപ്റ്റംബർ 20. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തുമ്പ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 നിക്ഷേപിച്ചതെന്ന്? 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് PSLV E-11. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുമ്പോഴുള്ള ISRO ചെയർമാൻ G. മാധവൻ നായർ. മൂൺ മിനറോളജി മാപ്പർ M3 എന്ന ഉപകരണം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചതെന്ന്? 2008 നവംബർ 14. ISRO ചന്ദ്രയാൻ ദൗത്യം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതെന്ന്? 2009 ഓഗസ്റ്റ് 20. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 1. ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യ പേടകം മാർസ് ഓർബിറ്റർ മിഷൻ MOM. മംഗളയാൻ വിക്ഷേപിച്ചതെന്ന്? 2013 നവംബർ 15. മംഗളയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് PSLV E-25. മംഗളയാന്റെ ഭാരം 1337 കിലോഗ്രാം. മംഗളയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്ന്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. മംഗളയാൻ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ M. അണ്ണാദുരൈ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.